തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് യുവാക്കൾ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്നത് വളർത്തുനായയെ. സംഭവത്തിൽ കാട്ടായിക്കോണം സ്വദേശി കരുണാകരൻ നായർ പോത്തൻകോട് പോലീസിൽ പരാതി നൽകി. തെരുവുനായയെയാണ് കൊന്നതെന്നായിരുന്നു നേരത്തെ പ്രചരിപ്പിച്ചത്. എന്നാൽ വൈകിട്ടോടെയാണ് തല്ലിക്കൊന്നത് തന്റെ വളർത്തുനായയാണെന്ന് കാട്ടി കരുണാകരൻ നായർ പരാതി നൽകിയത്. യുവാക്കൾക്ക് ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ സംഭവത്തിൽ വലിയ സംശയമാണ് ഉയർത്തിയിരിക്കുന്നത്. ഒന്ന്, ഈ വളർത്തുനായയെ തല്ലിക്കൊല്ലുന്ന ആ ഒരു രീതി, അത് വളരെയധികം പരിശീലനം ലഭിച്ച ചില ആളുകളുടെ പെരുമാറ്റം പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. വിവരങ്ങൾ. ഇന്ന് രാവിലെ 3 മണിയോടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ 3 മണിയോടെ കാട്ടായിക്കോണത്തുള്ള ഒരു മിനി സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ ഒരു വാഹനത്തിന്റെ പിറകിലായി ഒരു നായ കിടക്കുന്നുണ്ടായിരുന്നു. ആ നായയെ ചില യുവാക്കൾ, 2 യുവാക്കൾ വാഹനത്തിലെത്തി, ബൈക്കിലെത്തി. ഒരാൾ കാവൽ നിൽക്കുകയും മറ്റൊരാൾ അതിന് ഏതാണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അതിനെ ഒന്ന് ആകർഷിച്ച് അടുത്ത് നിർത്തിയ ശേഷം ഒറ്റയടിക്ക് തലയ്ക്കടിച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഒരു തെരുവ് നായയാണെന്നുള്ളതായിരുന്നു പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. പിന്നീട് പോലീസിൽ അന്വേഷിച്ചപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തങ്ങൾ അറിഞ്ഞതെന്ന് പോലും പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ കരുണാകരൻ നായർ അദ്ദേഹം പരാതിയുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം അവിടെ എടുത്തു വളർത്തിയിരുന്ന ഒരു നായയാണ് ഇത്തരത്തിൽ തല്ലിക്കൊന്നത് എന്നുള്ളതാണ് അദ്ദേഹം പരാതി പറയുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ വിശദമായി പറയുന്നത് ഈ അനിമൽ ക്രൂവൽറ്റി പ്രിവെൻഷൻ ഓഫ് അനിമൽ ക്രൂവൽറ്റി ആക്ട് പ്രകാരം അടക്കമുള്ള വകുപ്പുകളൊക്കെ ചുമത്തി 6 വർഷം വരെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്നുള്ളതാണ്. കാരണം ഇത്തരമൊരു പ്രവൃത്തി ചെയ്തവർ നാളെ മനുഷ്യരെ ആക്രമിക്കാൻ പോലും മുതിർന്നേക്കാമെന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരം ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ഇതിനൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള മറ്റ് ചില ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് തെരുവുനായ്ക്കളെ വെട്ടി പരിശീലിപ്പിക്കുന്നതും അതുപോലെയുള്ള ചില ആക്രമണങ്ങളൊക്കെ നടത്തിയുള്ള പരിശീലന പരിപാടികളൊക്കെ നമ്മൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നതായി വാർത്തകളായി പുറത്തു വന്നിട്ടുള്ളതാണ്. അത് വലിയ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയായിരുന്നു അത്തരം ആരോപണങ്ങളൊക്കെ നിലനിന്നിരുന്നത്. എന്നാൽ അതേ രീതിയിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില നാട്ടുകാരെങ്കിലും ഈ വിഷയത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് പ്രദേശത്തെ ചില രാഷ്ട്രീയ നേതാക്കളെങ്കിലും ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോലീസ് ആദ്യഘട്ടത്തിൽ ഇത്തരം സംഭവം അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിവരങ്ങൾ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാക്കുന്ന വിവരം. അവരും ഈ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ലോക്കൽ പോലീസ് കാര്യമായിട്ട് എടുത്തില്ല എങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും പോലെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തുടരുക. ഇപ്പോൾ ഈ നമ്മുടെ ഈ വാർത്തയ്ക്ക് ആധാരമായ പരാതി നൽകിയിരിക്കുന്ന കരുണാകരൻ നായർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കരുണാകരൻ നായർ, താങ്കൾ എന്താണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്? അങ്ങയുടെ വളർത്തുനായിയാണ് അതിക്രൂരമായി ഈ യുവാക്കൾ കൊലപ്പെടുത്തിയത്. ഈ യുവാക്കളെ അറിയാമോ? യുവാക്കളെ അറിയില്ല. യുവാക്കള് ഇവിടുന്ന് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ അവരെ ഫോട്ടോയൊക്കെ കണ്ട് പിടിച്ച് അവസാനം പന്തലക്കോട്ടുള്ള 2 കുട്ടികളാണെന്ന് പറയുന്നു. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും വിധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാൻ കഴിയില്ല. ഈ നായയെ കൊന്ന ഒരു രീതിയാണല്ലോ സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങേക്ക് അത്തരത്തിലൊരു സംശയം തോന്നാൻ കാരണം? സംശയം തോന്നാൻ കാരണം എന്ന് പറയുന്നത് അത് വേറെ ആർക്കും ഒരു ഉപദ്രവമുള്ള നായയല്ല. അത് ഇവിടെ എല്ലാവരുടെ അടുത്തും വലിയ ക്ലോസ് ആയിട്ട് നടക്കുന്ന, നമ്മൾ വീട്ടിൽ കെട്ടിയൊന്നും ഇടുന്നതല്ല. അത് നമ്മളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിയും, ഇവിടെ കിടക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ ജംഗ്ഷനിലൊരു തൊട്ടമ്മളെ വീടിനടുത്ത് തന്നെയാണ്, അവിടെ ഒരു കടയുണ്ട്, അവിടെയാണ് പോയി രാത്രി കിടക്കുന്നത്. അങ്ങനെ ആ കാറിന്റെ ബാക്കിലാണ് കിടന്നത് രാത്രിയിൽ. റോയൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, അതിന്റെ പുറകുവശത്ത് കിടക്കും. ഈ വളർത്തുനായയെ കൊന്ന രീതി കാണുമ്പോൾ അങ്ങക്ക് എന്തെങ്കിലും സംശയം ഉയരുന്നുണ്ടോ? അത് എന്തായാലും അതിനെ കൊന്നത് നമ്മള് ക്യാമറയിൽ കണ്ടിട്ടുള്ളത് അതിനെ ഉറങ്ങിക്കിടന്നതിനെ വിളിച്ച് വെളിയിൽ കൊണ്ട് വന്നതിന് ശേഷം ഒരൊറ്റ അടിക്ക് അതിനെ കൊല്ലുകയാണ് ചെയ്തത്. അതായത് വളരെ പരിശീലനം സിദ്ധിച്ച ആളുകളെ പോലെ ഒരടിക്ക് കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് അവര് ബൈക്കിൽ കയറി നമ്മളെ വീട്ടിന്റെ നടയിൽ കൂടെ പോവുകയും ചെയ്തു. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കരുണാകരൻ നായർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.
പ്രജിത്ത് കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ കരുണാകരൻ നായരാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ നായയുടെ തലയ്ക്കടിക്കുന്ന ഒരു രീതി അത് ഏതോ വിധത്തിൽ പരിശീലനം ലഭിച്ചവരെ പോലെ തോന്നുന്നു എന്നതാണ്. നാട്ടുകാരും ആ സംശയമാണ് ഉന്നയിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ആ നായയെ നമ്മൾ വളരെ ആസൂത്രിതമായി ഇത് ചെയ്തിരുന്നു എന്നുള്ളതിന് ആ ദൃശ്യങ്ങൾ തന്നെയാണ് തെളിവ്. ഒന്ന് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാര്യം നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ യുവാക്കൾ ഈ നായയെ തല്ലിക്കൊല്ലുന്നത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നായയെ കൊല്ലുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്ന ചില CCTV ദൃശ്യങ്ങൾ അവരത് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നുമുണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ആസൂത്രിതമായി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യമേ യുവാക്കൾ വാഹനത്തിൽ അവിടെ എത്തുന്നു. ഒരാൾ വാഹനത്തിൽ തന്നെ ഇരിക്കുന്നു, മറ്റൊരാൾ ഇറങ്ങി വരുന്നു, നായയെ എടുത്ത് സൗഹൃദം കാണിക്കുന്നു. അയാളും അതേസമയം വാഹനത്തിലിരിക്കുന്ന അയാളും മറ്റാരെങ്കിലും ഒക്കെ അവിടേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. ചില വാഹനങ്ങൾ ആ സമയത്തേക്ക് പാസ് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമവും അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ ഈ നായയുടെ തലയിൽ ഒറ്റയടിക്ക് ആ നായയെ അടിച്ചിടുന്നു. ആ നായയുടെ തലയിൽ അടിയേൽക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം ആ നായ അവിടെ കിടന്ന് ഞെരങ്ങുന്ന സൗണ്ട്, അതിൻ്റെ ആ ഒരു മരണവെപ്രാളത്തിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാൻ CCTVയുടെ ക്യാമറയുടെ സംവിധാനത്തിൽ ആ ശബ്ദവും പകർത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വാഹനത്തിലേറി പോകുന്നു. ഇതിനിടയിൽ ദൃശ്യങ്ങളും പകർത്തുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവർ ഉറപ്പിച്ചു തന്നെ വന്നതായിരുന്നു. ആ നായയെ അവർ കൊന്നു. ഇനി ഈ നായ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഈ സംഭവത്തിൽ ഒരു ദുരൂഹത നിഴലിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ വളർത്തു നായയുടെ യജമാനനും പറഞ്ഞത്.